നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. മുക്കേരി പാട്യം ഹിന്ദു ഏകതാ സമ്മേളനം പാനൂർ ഗുരുസന്നിധിയിൽ സംഘടിപ്പിച്ചു. പ്രേമാനന്ദ സ്വാമികൾ ദീപപ്രോജ്വലനം നടത്തി. കെ പി ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. സാമാജിക സമരസതയിലൂടെ ഹിന്ദു ഐക്യം രൂപപ്പെടേണ്ടത് കാലത്തിന്റെ ആവശ്യകതയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ പാട്യം മുകേരി പഞ്ചായത്ത് വള്ളങ്ങാട് ഗുരുസന്നിധി ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു കെ പി ശശികല ടീച്ചർ. പോയി എന്തൊക്കെയോ പൊട്ടിപ്പൊടിയൊക്കെ പഠിച്ചു വരുന്ന ചില കുട്ടികൾ കോളേജിൽ നിന്നാവും, സഹപാഠികളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ സഹയാത്രികരിൽ നിന്നോ ഒക്കെ ആയിരിക്കാം. ഇത്തിരി വിവരമൊക്കെ കിട്ടി വരുന്ന ചില കുട്ടികൾ നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ ബഹുദൈവ വിശ്വാസികളല്ലേ, ദൈവം ഒന്നല്ലേ ഉള്ളൂ, എങ്ങനെ ഈ പല ദൈവത്തെ ആരാധിക്കുക എന്നാൽ ഈ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന പൊട്ടുപൊടിയൊക്കെ വെച്ചിട്ട് നമ്മളോട് ചിലപ്പോൾ ന്യായവാദങ്ങളൊക്കെ ഉന്നയിക്കാൻ പല കുട്ടികൾ വരാറുണ്ട്. സഹതാപമാണ് തോന്നാറ് അവരുടെ അറിവിനെ പറ്റിയിട്ട്. കാരണം ലോകത്തെ ഏകദൈവ വിശ്വാസികൾ എന്ന ആരാധനാക്രമത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സനാതന ധർമ്മികളായ ഹിന്ദുക്കളായ നമ്മളാണ് ഏകദൈവ വിശ്വാസികൾ. എനിക്ക് വട്ടിപ്പിടിച്ചൊന്നും വിചാരിക്കണ്ടായിട്ടൊന്നും. രാമനും കൃഷ്ണനും ഗണപതിയും എല്ലാമായി 30 കോടി ദേവഗണങ്ങളുണ്ട്. ഞാൻ ഒക്കെ പോട്ടെ, ഞാനും നിങ്ങളും ഒക്കെ സ്വയം ഞാൻ ദൈവമെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കണ്ണാടി നോക്കിയിട്ടല്ലേ എനിക്ക് എന്നെയാണ് അതിന് നമ്മുടെ വിലക്കൊന്നുമില്ല. റോഡിലെ മൈൻകുറ്റീനെയാണോ ആരാധിക്കാൻ തോന്നി ആയിക്കോട്ടെ, നമ്മൾ ആരാധിച്ചാൽ അതിനൊരു ഈശ്വര ചൈതന്യം ഉണ്ടാവും വിശ്വസിക്കുന്നവരാണ്. അപ്പോ ഇങ്ങനെ എന്തിനേയും ഏതിനെയും ആരാധിക്കുന്ന പ്രേമാനന്ദ സ്വാമികൾ ദീപ പ്രോജ്വലനം നടത്തി. എന്നുള്ള സത്യം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ലോകം മുഴുവനും ഉണ്ടായിരുന്ന മനുഷ്യ സമൂഹം ഹൈന്ദവ വിശ്വാസത്തിലുള്ള പ്രകൃതിയെ ആരാധിക്കുന്ന, പരിസ്ഥിതിയെ ആരാധിക്കുന്ന, പ്രപഞ്ചശക്തിയെ ആരാധിക്കുന്ന, പ്രപഞ്ചത്തോട് ഇഴുകിച്ചേർന്ന് നിന്നിരുന്ന വലിയൊരു ശാസ്ത്രബോധമുള്ള സമൂഹമായിരുന്നു ലോകരാഷ്ട്രങ്ങളിലെല്ലാം പൗരാണിക കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. സംഘാടക സമിതി ചെയർമാൻ വേണിദാസ് മുകേരി അധ്യക്ഷത വഹിച്ചു. ഞാനും നിങ്ങളും പുസ്തകത്താളുകളിലൂടെ പഠിച്ചതല്ല, വെറും കച്ചവടത്തിന് വേണ്ടി വന്നവരായിരുന്നു വിദേശികൾ. വെറും കച്ചവടത്തിന് വേണ്ടി വന്ന വിദേശികൾ എങ്ങനെ ദീർഘകാലം നമ്മൾ അടിമകളാക്കി. ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്, നമ്മളല്ലാതായി മാറിയ ഒരു സാഹചര്യം. പ്രദേശത്തെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. കെ ഷിനൂബ് സ്വാഗതവും വി പി ജിതേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സമഗ്ര ന്യൂസ് പാനൂർ.